പക്ഷേ CPM-ന്റെ ദയനീയമായ തോൽവി 99 സീറ്റോടുകൂടി വിജയിച്ച് ഉയരങ്ങളിൽ നിന്ന CPM വെറും 35 സീറ്റോടുകൂടി ദയനീയമായ പരാജയം. അതായത് ജനങ്ങൾ ഒന്നടങ്കം വീട്ടിൽ പോയി ഇരിക്കൂ എന്ന് പറഞ്ഞ നിലപാട് രീതിയാണ് നമ്മൾ കണ്ടത്. ഉയർത്തെഴുന്നേൽക്കാൻ ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്, തിരുത്തലുകൾ വരുത്തണമെന്ന് പറയുന്നുണ്ട്. എല്ലാവരും ഒന്നടങ്കം പറയുന്നത് പിണറായി വിജയനാണ് ഈ പാർട്ടിയെ തോൽപ്പിച്ചത്. പിണറായി വിജയൻ എന്ന ഒറ്റ കാരണം കൊണ്ടാണ് പാർട്ടി നിലംപരിശായത് എന്നുള്ളത്. ഈ പാർട്ടിക്ക് ഇനിയൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടോ? ഈ പാർട്ടി തിരിച്ചു വരാൻ എന്തെങ്കിലും മാർഗമുണ്ടോ? പിണറായി വിജയനാണ് പാർട്ടിയെ തോൽപ്പിച്ചെങ്കിൽ വീണ്ടും പിണറായി വിജയനെ പ്രതിപക്ഷ നേതാവാക്കി വെച്ചുകൊണ്ട് പാർട്ടിക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുമോ? പറ്റില്ല. പറ്റുമോ എന്ന് ചോദിച്ചാൽ വേറെ ആളില്ല മാഷേ. അല്ല, അത് മറ്റൊരു വിഷയം. ഞാൻ പറയുന്നത് അവരങ്ങനെയാണ് പറയുന്നതെങ്കിൽ അത് പറ്റില്ല എന്ന് അവർ തന്നെ സ്ഥാപിക്കുകയാണ് ചെയ്യുന്നത്. പിണറായി വിജയന് വീണ്ടും പ്രതിപക്ഷ നേതാവ് വെച്ചുകൊണ്ട് ഞാൻ പക്ഷേ പിണറായി വിജയൻ മാത്രമാണ് അതിൻ്റെ കാരണക്കാരൻ എന്ന് കരുതുന്നില്ല. പാർട്ടി ഒരു സംവിധാനമാണ്. ആ സംവിധാനത്തിനകത്ത് ഉള്ള ഒരു പ്രമുഖനായിട്ടുള്ള വ്യക്തിയാണ് പാർട്ടിയുടെ സെക്രട്ടറി എന്ന് പറയുന്നത്. പിണറായി വിജയൻ 15 വർഷക്കാലം CPM-ൻ്റെ സെക്രട്ടറിയായി. ആ കാലത്ത് അദ്ദേഹം ചെയ്തത് പാർട്ടി എന്ന് പറയുന്ന സംവിധാനത്തിനെ അദ്ദേഹത്തിൻ്റെ സമ്പൂർണ്ണമായിട്ടുള്ള നിയന്ത്രണത്തിൽ കൊണ്ടുവന്നു. അവിടെ മുതൽ പാർട്ടി പരാജയം ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം പാർട്ടി അങ്ങനെയല്ല പ്രവർത്തിക്കേണ്ടത്. കാരണം ഇത് ഒറ്റയാൾ പാർട്ടിയല്ല, പാർട്ടികൾ ഒറ്റയാൾ പാർട്ടികളല്ല. ഒറ്റയാൾക്ക് അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയുകയില്ല. പക്ഷേ അദ്ദേഹത്തിന് നേതൃത്വപരമായിട്ടുള്ള പങ്കുവഹിക്കാനും മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും. അതിന് പകരം എല്ലാം ഞാനാണ് എന്ന് തീരുമാനിക്കുന്ന തരത്തിലേക്ക് സംവിധാനങ്ങൾ മാറുമ്പോൾ ആ സംവിധാനത്തെ അങ്ങനെ അല്ലാതാക്കി മാറ്റി തീർക്കേണ്ട ഉത്തരവാദിത്വം ആ കമ്മിറ്റിയിൽ പ്രവർത്തിക്കുന്ന മറ്റ് പ്രമുഖരായിട്ടുള്ള ആളുകൾക്ക്, സെക്രട്ടേറിയറ്റ് മെമ്പർമാർക്കും അതുപോലെ സംസ്ഥാന കമ്മിറ്റി മെമ്പർമാർക്കും ഉണ്ട്. അവരതൊന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എല്ലാവരും കൂടി ഒരുമിച്ച് ചേർന്നാണ് പാർട്ടി എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലാക്കി മാറ്റി. അത് തിരുത്തണം എന്നുണ്ടെങ്കിൽ എല്ലാവരും ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ബാധ്യസ്ഥരായിത്തീരും. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നോക്കും, ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 10 വർഷക്കാലത്തെ ഭരണം അത് ഉണ്ടാക്കിയ നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. CPM-നെ സംബന്ധിച്ചിടത്തോളം അതുണ്ടാക്കിയത് വലിയ ഒരു ഗർത്തമാണെന്നാണ് ഞാൻ കരുതുന്നത്. രാഷ്ട്രീയം സമ്പൂർണ്ണമായിട്ട് CPM-ൽ നിന്ന് ചോർന്നു പോയി. ശരിക്കും പറഞ്ഞു അങ്ങനെ ചോർന്നു പോയതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് തിരിച്ചുവരവ് പോലും സാധ്യമാണോ എന്ന് സംശയം ഉണ്ടാക്കുന്ന തരത്തിൽ കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പുതിയ സർക്കാർ വന്നു. പുതിയ സർക്കാർ എടുക്കുന്ന തെറ്റായിട്ടുള്ള നിലപാടുകൾ എതിർക്കുമ്പോൾ ഈ സർക്കാർ ചൂണ്ടിക്കാണിക്കുന്നതെന്നാണ്, നിങ്ങളതല്ലേ ചെയ്തതെന്ന് ചോദിക്കുന്നത്. നിങ്ങളതല്ലേ ചെയ്ത് ഇവർ ചെയ്ത കാര്യങ്ങൾക്ക് പരിഹാരം കാണാൻ വേണ്ടിയുള്ള പരിശ്രമമായിട്ട് പുതിയ ദിവസങ്ങൾ അവരുടെ മുന്നിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും ചെയ്യുമ്പോൾ അത് നിങ്ങളങ്ങനെയല്ലേ ചെയ്തതെന്ന് ചോദിക്കും. ഇപ്പോൾ PM ശ്രീയുടെ കാര്യം, അതിൽ നിങ്ങളെടുത്ത നിലപാടാണല്ലോ അപകടകരമായിട്ടുള്ള നിലപാട്. അതിവർ തുടരുന്നു മാത്രമല്ല, എന്തിനാ കുഴപ്പം എന്നാണ് ചോദിക്കുന്നത്. എന്താ വെച്ചാൽ എല്ലാ കുറ്റക്കാരും ഇവരാണ് എന്ന് വരുന്ന തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത്. അത് യഥാർത്ഥത്തിൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയത്തെ ഇല്ലായ്മ ചെയ്തതിൻ്റെ ഫലമായിട്ട് സംഭവിച്ച ദുരന്തമാണ്. ഇപ്പോൾ കഴിഞ്ഞ 5 വർഷക്കാലം പരിശോധിച്ചാൽ പാർട്ടി എന്ന് പറയുന്ന ശബ്ദം കേട്ടിരുന്നില്ല. പാർട്ടി എന്ന് പറഞ്ഞ സാധനമില്ല. ഒക്കെ എന്താണ്, സർക്കാർ മാത്രമാണ്. സർക്കാരിൻ്റെ പാട്ടുപെട്ടിയായിട്ട് പാർട്ടി മാറി. അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. സർക്കാരിൻ്റെ പാട്ടുപെട്ടിയായി പാർട്ടി മാറി. സർക്കാർ എന്ത് പറയുന്നുവോ അതിനെ പ്രചരിപ്പിക്കുന്നതിനും പ്രൊമോട്ട് ചെയ്യുന്നതിനും വേണ്ടി പ്രവർത്തിക്കുന്ന സംവിധാനമായി യഥാർത്ഥത്തിൽ പാർട്ടി മാറിയപ്പോഴാണ് പാർട്ടി ഇല്ലാതായത്. ഇല്ലാതായ പാർട്ടി എങ്ങനെ തിരിച്ചു വരും? ഓരോ പ്രദേശം ചെന്ന് നോക്കുന്ന സമയത്താണ് അത് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. വോട്ടല്ല പ്രധാനപ്പെട്ടത്, വോട്ടിൻ്റെ എണ്ണത്തിൻ്റെ കുറവും കൂടുതലും അല്ല പ്രധാനപ്പെട്ടതെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. സംഘടനാ സംവിധാനത്തിൻ്റെ ശേഷിയുമാണ് പ്രധാനപ്പെട്ടത്. അതില്ല ഒട്ടുമിക്ക സ്ഥലങ്ങളിലും. ഒരു പൊതു പ്രവർത്തനം നടക്കുമ്പോൾ
അവിടെ നമ്മൾ നോക്കിയാൽ ആ പൊതുപ്രവർത്തനത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത് മുമ്പ് CPM-ൻ്റെ പ്രമുഖരായിട്ടുള്ള പ്രവർത്തകരായിരുന്നു. ഇപ്പം അവരില്ല അവിടെ. ഒന്നോ രണ്ടോ തലകളൊക്കെ കാണും, ബാക്കിയുള്ളത് മറ്റു പാർട്ടിക്കാരാണ്. അങ്ങനെ വരുമ്പോഴാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് അല്ലെങ്കിൽ CPM എന്ന് പറയുന്നതായിട്ടുള്ള പാർട്ടിക്ക് അവരുടെ ഹ്യൂമൻ റിസോഴ്സിൽ വലിയ ശോഷണം സംഭവിച്ചിട്ടുണ്ട് എന്നവർ തിരിച്ചറിയുന്നത്. ഹ്യൂമൻ റിസോഴ്സ് എന്ന് വെച്ചാൽ മനുഷ്യ വിഭവശേഷി, അതിൽ വലിയ ശോഷണം സംഭവിച്ചിരിക്കുന്നു. നിങ്ങളൊരു നേതാക്കളെ പരിശോധിക്കും, ആരാണ് കരുത്തരായിട്ടുള്ള നേതാക്കളായിട്ട് ഇപ്പോൾ CPM-നകത്തുള്ളത്? നേരത്തെ ധന്യ തുടങ്ങുമ്പോൾ പറഞ്ഞല്ലോ ആരുമില്ലെന്ന്, അല്ലേ? ആരുമില്ലെന്ന് ആളിലൊക്കെ പറയുന്നെങ്കിൽ ഇവരുടെ സ്ഥിതി പരിതാപകരമല്ലേ? ഗോവിന്ദൻ മാഷിനെ കൊണ്ട് പ്രത്യേകിച്ച് അല്ല, ഗോവിന്ദൻ മാസ്റ്റർ, പിണറായി വിജയൻ എന്നൊക്കെ പറയുന്ന രണ്ട് പേരുകൾ പറഞ്ഞുകൊണ്ട് നടന്നിട്ട് കേരളത്തിൽ CPM എന്ന് പറയുന്നതായിട്ടുള്ള പ്രസ്ഥാനത്തിന് എന്തെങ്കിലും ശക്തിയുണ്ടെന്ന് ആർക്കെങ്കിലും തോന്നില്ല. മാഷ ഒരു സംശയം, എന്താ മാഷ യുവാക്കൾക്ക് ഇവർ അവസരം കൊടുക്കാത്തത്? ഈ വാർദ്ധക്യം ബാധിച്ച ജരാനരകൾ ബാധിച്ചവരെ മാത്രം ഇങ്ങനെ പാർട്ടിയുടെ തലപ്പത്ത് പിടിച്ചു വെച്ചിട്ട് യുവാക്കളല്ലേ ഒരു പാർട്ടിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത്? അവർക്ക് എന്തുകൊണ്ടാണ് അവർക്ക് അവസരം കൊടുക്കാൻ ഇവർ ഭയക്കുന്നത്? ഇവരുടെ സ്ഥാനമാനങ്ങൾ പോകുമെന്നുള്ള ഭയമാണോ? അല്ല, ഇത് അവരോട് ചോദിക്കേണ്ട ഒരു കാര്യമാണ്. നിങ്ങളെന്താണ് ഈ കിളവന്മാർ മാറിയിക്കാത്തത് എന്ന് ചോദിക്കേണ്ട അവരോടല്ലേ ചോദിക്കേണ്ടത്? ആണ്. അവർ മാറുന്നില്ല, അവർ തന്നെയാണ് ഇപ്പോഴും നയിക്കാനുള്ളതെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളതല്ല മറ്റാരുണ്ട് നയിക്കാൻ എന്നവർ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ വേറെ ആരും ഇല്ല എന്ന് അവർ പ്രഖ്യാപിക്കുകയാണ്. ഈ പാർട്ടിയിൽ വേറെ ആരുമില്ല ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് അവർ പ്രഖ്യാപിക്കുന്ന സ്ഥിതിയാണുള്ളത്. അപ്പം അതുകൊണ്ട് എന്ത് സംഭവിക്കും? സമൂഹത്തിലെ രാഷ്ട്രീയ മേഖലകളിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളിൽ ഇടപെടുന്ന CPM നേതാക്കൾ എന്ന് പറയുന്നവരുടെ എണ്ണം വിരലിൽ എണ്ണാവുന്നതായി ചുരുങ്ങി. ഇത് എല്ലായിടങ്ങളിലും ബാധകമാണ്. അതാണ് CPM നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാറണം. എങ്ങനെ മാറും, എങ്ങനെ തിരിച്ചു വരാം എന്നല്ലേ ചോദിക്കുന്നത്. എങ്ങനെ തിരിച്ചു വരാം എന്ന് ചോദിച്ചാൽ CPM-ൻ്റെ ഐഡൻറ്റിറ്റി അതിന് വീണ്ടെടുക്കേണ്ടതുണ്ട്. പൊളിറ്റിക്കൽ ഐഡൻറ്റിറ്റി, അതിനൊരു നിലപാട്, ഓരോ വിഷയത്തിലും ഒരു നിലപാട് വേണം. ഭരണത്തിലിരിക്കുന്ന സമയത്ത് ഒരു നിലപാട്, പ്രതിപക്ഷത്തിരിക്കുന്ന സമയത്ത് വേറെ നിലപാട്. അത് ഇരട്ടത്താപ്പാണ്. എല്ലാവരും അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഇരിക്കുന്ന ഭരണകക്ഷികളും അത് തന്നെയാണ്. അവർ പ്രതിപക്ഷത്തിരുന്ന നിലപാടല്ല ഇപ്പോൾ ഭരണപക്ഷത്ത് ഇരിക്കുന്ന സമയത്തുള്ളത്, അല്ലേ? KM ഷാജി പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ PM ശ്രീ പദ്ധതി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അറബിക്കടലിൽ ഒഴുക്കും എന്നാണ് പറയുന്നത്. ഇപ്പോൾ അറബിക്കടലിൽ KM ഷാജി വിളിച്ച് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഷാജിയെ അതങ്ങ് വന്നിട്ടില്ലല്ലോ എന്ന്. അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ ഒരു പ്രസംഗത്തിന് ആവേശം വരാൻ വേണ്ടി പറഞ്ഞ മാത്രമാണ്. അതാണ് ഇവരുടെ കയ്യിലിരിപ്പ്. ഈ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ പൊതുസ്വഭാവം എന്ന് പറഞ്ഞാൽ അതാണ്. ഇതും കൊണ്ട് പക്ഷേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. രാഷ്ട്രീയത്തിന് ഉള്ള കാഴ്ചപ്പാടെന്ന് പറയുന്നത് സ്ഥിരതയാർന്ന കാഴ്ചപ്പാടായിരിക്കണം. സ്ഥിരമായിട്ടുള്ള പ്രത്യയശാസ്ത്രമുണ്ടാകണം. അതേപോലെ തന്നെ പ്രത്യേക തരത്തിലുള്ള ആശയ സംവിധാനങ്ങളുണ്ടാകണം. ഇതൊക്കെ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന ഒരു CPM-ആണ് നമ്മുടെ മുന്നിലുള്ളത്. അവർ വലിയ തരത്തിൽ നിസ്സഹാരായി ഇങ്ങനെ നിൽക്കുകയാണ് ചെയ്യുന്നത്. അവർക്ക് എങ്ങനെ തിരിച്ചു വരാം എന്നുള്ളതിന് ഒറ്റ ഉത്തരവുള്ളൂ, അത് അവരുടെ രാഷ്ട്രീയത്തെ വീണ്ടെടുത്തുകൊണ്ട് മാത്രമേ തിരിച്ചറിയാനായിട്ട് പറ്റുകയുള്ളൂ. ഒരു ഇഷ്യൂസ് വരുന്ന സമയത്ത് ആ ഇഷ്യൂസിനെ CPM-ൻ്റെ പൊളിറ്റിക്കൽ ആയ തലത്തിൽ നിന്ന് പരിശോധിക്കുകയും നിലപാടെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. CPM-ൻ്റെ രാഷ്ട്രീയം വീണ്ടെടുത്താൽ മാത്രമേ CPM-ന് ഇനി വീണ്ടും കേരളത്തിൻ്റെ ഒരു അധികാര രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാനായിട്ട് കഴിയും. അല്ലെങ്കിൽ വരില്ല. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം രാഷ്ട്രീയത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇടതുപക്ഷ രാഷ്ട്രീയത്തെ വീണ്ടെടുക്കുക എന്നുള്ളതാണ്. മതേതര രാഷ്ട്രീയം വീണ്ടെടുക്കുക എന്നുള്ളതാണ്. ഇതിൽ വെള്ളം ചേർത്തുകൊണ്ട് ഇവർക്ക് ഒരു കാരണവശാലും മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല എന്ന തിരിച്ചറിവ് അവർക്കുണ്ടാവണം. അതോടുകൂടി പാർട്ടി രക്ഷപ്പെടും. അല്ല, അതിനുള്ള വഴി അത് മാത്രമേ ഉള്ളൂ. രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചു വരാതെ ഈ പാർട്ടി രക്ഷപ്പെടുമെന്ന് ആരെങ്കിലും എന്തെങ്കിലും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിൽ അത് വെറുതെ വ്യാമോഹം മാത്രമാണ്, വ്യർത്ഥമാണ്, അസംബന്ധ ജൽപ്പനങ്ങൾ മാത്രമാണ്.